മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിന്റെ ആഘാതത്തിൽ ഓസ്ട്രേലിയയിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില അടുത്ത ആഴ്ചകളിൽ 20% വരെ ഉയരാമെന്ന് മുന്നറിയിപ്പ്. ഇതിനകം തന്നെ ജീവിത ചെലവിന്റെ സമ്മർദ്ദം നേരിടുന്ന കുടുംബങ്ങൾക്ക് ഇത് മറ്റൊരു വലിയ തിരിച്ചടിയായേക്കുമെന്നാണ് ആശങ്ക. മാംസം, പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയ ദിവസേന ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വിലക്കയറ്റമുണ്ടാകുമെന്നാണ് ആശങ്ക. കൂടുതൽ ദൂരം ഗതാഗതം ചെയ്യേണ്ട ഉള്ളി, നാരങ്ങ പോലുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് കൂടുതൽ ബാധിച്ചതെന്ന് NSW ഫാർമേഴ്സ് പ്രസിഡന്റ് സേവിയർ മാർട്ടിൻ വ്യക്തമാക്കി. ഈ ഉൽപ്പന്നങ്ങൾ വിതരണ കേന്ദ്രത്തിൽ എത്തിക്കുന്ന ട്രക്കുകൾക്ക് കിലോമീറ്ററിന് $1 അധിക ഗതാഗത ചെലവ് വരുന്നതായും ഡീസൽ വിലക്കയറ്റവും രാസവള ക്ഷാമവും ഡയറി മേഖലയെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഇതോടെ ഹോം ബ്രാൻഡ് പാലിന്റെ വിലയും ഉയരാനിടയുണ്ടെന്നാണ് സൂചന. ലിറ്ററിന് 30 സെന്റ് വരെ വില കൂട്ടണമെന്നും ഡയറി കർഷകർ സൂപ്പർ മാർക്കറ്റുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ ഉയർന്ന ഗതാഗത ചെലവ് വ്യാപാരികൾ തന്നെ ഏറ്റെടുത്തിരുന്നെങ്കിലും ഇനി അതിന്റെ ഭാരം ഉപഭോക്താക്കൾക്ക് മേൽ വീഴാനിരിക്കുകയാണ്. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് പുതിയ ഭക്ഷ്യവസ്തുക്കളുടെ 20% വിലക്കയറ്റം തുടക്കം മാത്രമായിരിക്കുമെന്നും യുദ്ധം നീണ്ടാൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുമെന്നുമാണ്. യുദ്ധം ഇന്നു തന്നെ അവസാനിച്ചാലും വിതരണ ശൃംഖലയിൽ ഉണ്ടായ ആഘാതം ആഴ്ചകളിലും മാസങ്ങളിലുമായി തുടരുമെന്നും ഊർജ മന്ത്രി ക്രിസ് ബോവൻ പറഞ്ഞു. ഇതിനിടെ ഐക്യരാഷ്ട്രസഭയുടെ പുതിയ കണക്കു പ്രകാരം ആഗോള ഗോതമ്പ് വില കഴിഞ്ഞ മാസം 4.3% ഉയർന്നതായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനോടകം സമ്മർദ്ദത്തിലായ കുടുംബങ്ങൾക്ക് ഈ വിലക്കയറ്റം വലിയ ഭാരമായി മാറുമെന്നും യുദ്ധ സാഹചര്യം തുടരുകയാണെങ്കിൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. റയാനിൻ ജോൺസൺ, 24 ഓസ്ട്രേലിയ.